അപ്പൊ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ കുറെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ അറിയാവുന്ന ആൾക്കാരെ വീഡിയോ കാണുന്ന സമയത്ത് ഇന്നത്തെ വിളിക്കരുത് പ്ലീസ്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യാ, സ്കിപ്പ് ചെയ്ത് പോയാൽ മതി കേട്ടോ. അറിയാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ, ഇങ്ങനെ ഒരു സാധനം ഞാൻ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിന്റെ പരസ്യമാണോ അല്ല ഇതിന്റെ പരസ്യം ഒന്നുമല്ല കേട്ടോ. വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മഴക്കാലത്ത് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഉപകാരപ്രദമാവും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിമേൽ ഹോൾഡ് ചെയ്യുന്ന സാധനമാണ് ഇത് കേട്ടോ. വണ്ടിമേൽ ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ഫ്രീ ആയിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഡേഞ്ചറസ് അങ്ങനെ യാത്ര ചെയ്യാതെ തന്നെ നമ്മൾക്ക് ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗൂഗിൾ ലൊക്കേഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ചോദിക്കും നിങ്ങൾ ഇപ്പോഴത്തെ സ്മാർട്ട് ആയിട്ടുള്ള വണ്ടികളിലൊക്കെ USB പോർട്ട് ഉണ്ടാവില്ലേന്ന്. അതെ ഉണ്ട്, എന്റെ വണ്ടിയിലുണ്ട്. പക്ഷെ ഇത് കിടക്കുന്നത് അതിനുള്ളിൽ നോക്കണം കേട്ടോ, കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് കിടക്കുന്നത് ഇവിടെയാണ് കേട്ടോ, കണ്ടില്ലേ ലൈറ്റ് ഇവിടാണ് നമ്മുടെ USB പോർട്ടർ ഉള്ളത്. അപ്പോ ഇത് ചെയ്ത് ഇവിടെ കുത്തി കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇത് കുത്തിവെക്കുക. സ്റ്റാർട്ട് ആവുമ്പോഴാണല്ലോ ചാർജ് ആവുക. അങ്ങനെ ആകുമ്പോൾ ഫോൺ വല്ലാണ്ട് ഹീറ്റ് ആയി പോകും, വല്ലാതെ ചൂടാവും. ഫോൺ ചൂടാവെന്ന് പറഞ്ഞത് എനിക്ക് അത്രക്ക് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല. പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ഒരു സംഭവം ഇത് വാങ്ങിച്ചിട്ടുള്ളതാണ്, നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഫോൺ. അപ്പൊ നമ്മൾ നിലവിൽ നമ്മളെ വണ്ടിമ ഒരെണ്ണം നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കേടാന്നിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇതിന്റെ ആ മൂടി ഉണ്ടല്ലോ സുന, അതൊക്കെ പോയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ചാർജ് ചെയ്താൽ മതി, അല്ലാത്ത സമയത്ത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി പോകണ്ട. അത് കുറെ കാലമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുല്ലൂര് വർക്ക്ഷോപ്പിലാണല്ലോ അത് കേട്ടോ. എന്താണ് കേട്ടോ നമ്മളെ സാധനം വെക്കാനുള്ളത്. ടൈറ്റാണോ? കേബിൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ കേബിൾ നോക്കിയാ അത് നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പം മാത്രം ചാർജ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ മതി. ഇത് നമ്മളെ വണ്ടിമ്മ ആദ്യം വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് വണ്ടിൻ്റെ ബാറ്ററി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തിരിച്ചറിയുന്ന തൊട്ട് നമ്മൾ മാറ്റുകയാണ്. പിന്നെ അതിൻ്റെ ആ സൂനൊക്കെ പൊട്ടിപ്പോയി കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലേ വെള്ളം തട്ടി കഴിഞ്ഞാൽ സീനാണ്. തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ, വേറെ ടൈപ്പാണ്. എനിക്ക് ഈ ഫോൺ ഹോൾഡറിൻ്റെ കാര്യത്തിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന സാധനം ഗിയറുള്ള ബൈക്കുകളിന് വെക്കുന്ന ഐറ്റമാണ്. ഗിയർലെസ്സിന് വേറെ തന്നെ ഉണ്ട്. പിന്നെ ശ്രദ്ധിച്ച് നോക്കി വാങ്ങിച്ചാൽ മതി. ഇതിൽ ക്ലിപ്പുള്ള ഗിയർ ഇല്ലാത്ത വണ്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലിപ്പുള്ള ഐറ്റവും ഉണ്ട്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല. ബൈക്കിനുള്ള സാധനം കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മളിതിന് സ്യൂട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും സാധനം വാങ്ങുന്ന സമയത്ത് നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രീ ആയിട്ട് തരും. അങ്ങനെ തന്നിട്ടുള്ളൊരു സാധനമാണിത്. പക്ഷേ ഇത് ഫോൺ നമ്മൾ ഇതിമ വെക്കുന്ന സമയത്ത് ഫോണുമ്മൽ സ്ക്രാച്ചും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഐറ്റമാണ്. അതുകൊണ്ട് എന്താക്കി നമ്മൾ അതിന്മേൽ തലങ്ങും വിലങ്ങും ഒന്നും നോക്കിയത് തലങ്ങും വിലങ്ങും അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്ത് 5-6 ഉണ്ടായിരുന്നു, ഒട്ടിച്ചങ്ങോട്ട് തീർത്ത്. ഫോണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ചാർജ് ഉള്ളതിൽ അതിൻ്റെ ആ ബ്ലൂ ലൈറ്റ് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഇല്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതാ കണ്ടില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചില്ല ആ സംഭവം സക്സസ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഫോണും കൂടെ ചാർജ് ആവുന്നുണ്ടോന്നും കൂടി വേണം നോക്കാൻ വേണ്ടിട്ട്. നോട്ടെ. ചാർജ് ആവുന്നുണ്ട്.
അപ്പോ ഇതിനെ കുറിച്ച് ധാരാളം അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും ട്ടോ. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ മഴക്കാലത്തൊക്കെ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഫോണൊക്കെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയിക്കോളി ട്ടോ. അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ഇപ്പൊ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്കിലും സ്കൂട്ടറിലും കാറിലും ഒക്കെ യാത്ര ചെയ്യുന്ന വെഹിക്കിൾസിലൊക്കെ സൗകര്യങ്ങളുണ്ട്. പക്ഷെ അറിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഉപകാരപ്രദമാവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്.